ക്വസ്റ്റ്യനിലേക്ക് പോവാം. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 11. N equally spaced charges, each of value q, are placed on a circle of radius capital R. The circle rotates about its axis with the angular velocity omega as shown in figure. A bigger ambient loop B encloses the whole circle, whereas a smaller ambient loop A encloses a small segment. The difference between the enclosed current IA minus IB is. Okay. അപ്പോൾ നമ്മളിവിടെ കുറേ ചാർജസ് ക്യൂ ചാർജുള്ള പാർട്ടിക്കിൾസ് അല്ലെ ഇങ്ങനെ മൂവ് ചെയ്യണം. ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റിയിൽ ഒരു സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ആ സർക്കുലർ പാത്തിൽ മൂവ് ചെയ്യുന്ന ഈ ചാർജിന്റെ ടൈം പീരീഡ് ടി ആണെങ്കിൽ ഒരു ചാർജ് കൊണ്ടുണ്ടാവുന്ന കറണ്ട് എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ ടി ആയിരിക്കും അല്ലെ. ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടാക്കുന്ന കറണ്ട് ക്യൂ ബൈ ക്യാപിറ്റൽ ടി. ആ ക്യാപിറ്റൽ ടി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും 2π/ഒമേഗയാണ് അല്ലെ. അപ്പൊ ഒരു ചാർജ് ഉണ്ടാക്കുന്ന കറണ്ട് എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡഡ് ബൈ ടി ആണ്. ഞാനത് ഐ എന്ന് വിളിക്കാം. അപ്പൊ ഒരു ചാർജ് ഉണ്ടാക്കുന്ന കറണ്ട് ഐ എന്ന് പറയുന്നത് ക്യൂ ഡിവൈഡ് ബൈ 2π/ഒമേഗയാണ്. ആ ഒമേഗ മുകളിലേക്ക് വന്നാൽ ക്യൂ ഒമേഗ ഡിവൈഡ് ബൈ 2π. ശരിയല്ലേ? ഓക്കെ. ഇനി നമ്മൾ ആ എ എന്ന് പറയുന്ന ആ ആംബീരിയൻ ലൂപ്പ് നിങ്ങൾ നോക്കി, ഇതാ ഈ സർക്കുലർ ആംബീരിയൻ ലൂപ്പ് നോക്കാം അല്ലെ. അതിലൂടെ എത്ര ചാർജസ് കടന്നു? n ചാർജസ് കടന്നു പോകും അല്ലെ. അങ്ങനെ n ചാർജസ് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ എ എന്ന് പറയുന്നത് n ക്യൂ ഒമേഗ ഡിവൈഡ് ബൈ 2π ആണ്. ശരിയല്ലേ? എന്നാൽ ആ ബി എന്ന് പറയുന്നേ അല്ലെ, ആ ബി എന്ന് പറയുന്ന ഈ ഒരു ആംബീരിയൻ ലൂപ്പ് നോക്കിയാൽ ഈ പോയിന്റിൽ ചാർജ് ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് വരിക, ഇവിടുന്ന് ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണ് വരിക അല്ലെ. ഈ രണ്ട് കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും അല്ലെ. യെസ്, മാഗ്നിറ്റ്യൂഡ് സെയിമാ. ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഉണ്ടാക്കുന്ന കറണ്ട് ക്യൂ ഡിവൈഡ് ബൈ ടി ആണ്, ക്യൂ ഒമേഗ ബൈ 2π ആണ്. അപ്പൊ ഈ കറണ്ടും ക്യൂ ഒമേഗ ബൈ 2π ആണ്, ഇതും ക്യൂ ഒമേഗ ബൈ 2π ആണ്. പക്ഷെ രണ്ടും ഓപ്പോസിറ്റ് സെൻസിലാണ് ഫ്ലോ ചെയ്യുന്നത് അല്ലെ. അപ്പം ആ ബി എന്ന് പറയുന്ന ആംബീരിയൻ ലൂപ്പ് നമ്മൾ എടുത്താൽ അവിടെയുള്ള എൻക്ലോസ്ഡ് കറണ്ട് എന്തായിരിക്കണം മക്കളെ? 0 ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താ? ഐ എ മൈനസ് ഐ ബി. ഐ ബി 0 ആയതുകൊണ്ട് ഈ വാല്യൂ എന്തേ വരുള്ളൂ? യെസ്, ഐ എന്റെ വാല്യൂ തന്നെയാ വരുള്ളൂ. n ക്യൂ ഒമേഗ ഡിവൈഡഡ് ബൈ 2π തന്നെയാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?